വീട്ടുകാര്യങ്ങളെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുടുംബ ഭദ്രതയെക്കുറിച്ചുള്ള ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് എല്ലാം ചെയ്ത് വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാനെന്ന് ഒരിക്കലും കരുതരുത്. ഒരുപാട് തോൽവികളിലൂടെ മാത്രം പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ തോറ്റപ്പോഴേക്കും തോക്കുന്നതിന് മുൻപ് എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാനിതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇരിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെൺകുട്ടികളില്ല. അതുകൊണ്ട് തന്നെയും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് ഇതിന് വളരെ എനിക്ക് സന്തോഷം തോന്നി. ഇത് എനിക്കാണെങ്കിൽ ഒരു കുട്ടിയുടെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ, എൻ്റെ മോളുടെ അടുത്ത് മാത്രം. ഇതിപ്പോൾ ഒരുപാട് ആളുകളോട് എനിക്കിത് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. പിന്നെ ഞാനിത് ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറയാം. ഇത് കാണുന്ന ഓരോരുത്തരും ഇതിലേതെങ്കിലും ഒരു റോള് ജീവിതത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം ഇത് കാണുന്ന എല്ലാവർക്കും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അത് പറയുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആളുകൾ എനിക്ക് ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കട്ടെ. കന്നഡ വെക്കട്ടെ, കന്നഡ ഒക്കെ അത് വായിക്കാൻ പറ്റില്ല എനിക്ക്. നിതിൽ, എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയില്ല. ഒരു ഹസീന എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാത്തിയുടെ 2 കുട്ടികൾ, നിതിൽ, മിനസ്, പിന്നെ പുള്ളിക്കാത്തിയുടെ ഹസ്ബൻഡ് അബ്ദുൽ ലത്തീഫ്. എല്ലാവർക്കും ഹായ്. പിന്നെ ഒരു ഇർഷാദ്, നന്ദുക്കുട്ടൻ, ഒരു നിമിഷയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ 13-ാം തീയതി ഇന്നലെ ആയിരുന്നു. ഇന്നലെ ഞാനിതുപോലെ വന്നില്ലല്ലോ നിങ്ങളുടെ അടുത്ത്, അതുകൊണ്ട് 13-ാം തീയതി ആയിരുന്നു. ഇപ്പം ഇത് ഞാൻ ഇടുമ്പോഴേക്കും 15-ാം തീയതി ആയിപ്പോകും, കാരണം ഞാനിത് 14-ാം തീയതി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിമിഷക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഹായ്. പിന്നെ നന്ദുക്കുട്ടൻ ഇർഷാദ് ഹായ്. പിന്നെ മുംതാസ് ഹായ്. നിഷ ഹായ്. ഷിംന നൗഷാദ് ഹായ്. പിന്നെ ഷറീന ഹായ്. മഞ്ജുഷ ഹായ്. പിന്നെ ഇതിൻ്റെ ഇടക്ക് വേറെ ഒരു അമേരിക്കയിലോ അങ്ങനെ എന്തോ ഒരു കാര്യം ഒരു കുട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭാര്യയും ഭർത്താവ് വിജയ് ആ മെസ്സേജ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തെന്നിപ്പോയി. പിന്നെ അത് കാണുന്നില്ല കേട്ടോ, സോറി. അപ്പം എനിക്ക് ആ പേരുകൾ നോട്ട് ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് ആ മെസ്സേജ് നിങ്ങൾ ഏതിലാണ് വിട്ടതെന്ന് പോലും നോക്കിയെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്ക് ഞാൻ ഹായ് പറഞ്ഞതായിട്ട് അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിനകത്ത് ഇത് അവർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൊന്ന് ഇട്ടേക്കണേ കേട്ടോ. പേര് പെട്ടെന്ന് അത് നോട്ട് ചെയ്യണതിന് മുമ്പ് വിട്ടുപോയി. ചേച്ചിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ചിലത് ചേച്ചിയുടെ കൈതട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ ആളുകളുടെ മെസ്സേജുകൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാതെ കാണാതെ പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ മറുപടി വിടാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ആ ഒരു ലൈക്ക് ബട്ടൺ എങ്കിലും നിൽക്കാതെ ഞാൻ വിടില്ല. അപ്പോൾ ചിലത് ഞാൻ വെറുതെ എടുത്ത് നോക്കുമ്പോൾ കാണാതെയൊക്കെ കിടക്കുന്ന ചിലതൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ കുറേ ഇപ്പോൾ ഒരു 10-60 കൂടുതൽ ഞാൻ വീഡിയോ ഇട്ടേക്കണത് കൊണ്ട് എല്ലാത്തിനും കയറി നോക്കാനും പറ്റില്ല. ചിലത് നമ്മളുടെ ഇത് സ്റ്റുഡിയോയിലെല്ലാം വരും, പക്ഷെ വരാത്തതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നൊന്നും വിചാരിക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ വാട്സാപ്പിൽ ഒരു കുട്ടി എനിക്ക് ഒരു വലിയൊരു ഓഡിയോ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടെങ്കിലും അതും എന്ത് സംഭവിച്ചെന്നറിയില്ല. ഞാൻ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തീരെ ശബ്ദം കുറവായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ചെവിട്ടിലിങ്ങനെ വെച്ചിട്ടാണ് കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ചെവി അമർന്നിട്ട് എന്തോ അത് ഡിലീറ്റ് ആയിപ്പോയി. എനിക്ക് ആ കുട്ടിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ഞാൻ അത് കേട്ടപ്പോഴേക്കും പേര് നോട്ട് ചെയ്യാൻ പേരൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ എന്തോ അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതിന് കമൻറ്റിൽ ഒന്ന് എഴുതിയേക്കണേ കേട്ടോ, അത് ഞാനാണെന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞേക്കണേ. സോറി, എനിക്ക് ഒട്ടും അത് ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു കുറേ ഉണ്ടായിരുന്നു ആ ഒരു ഓഡിയോ ക്ലിപ്പ്. അപ്പം ഞാനത് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓർത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി നമുക്കതിലേക്ക് കടക്കാം. അപ്പം അതിലേക്ക് ഇതിലെ കാര്യം പറയാനുള്ളത്, എനിക്ക് വന്നേക്കുന്ന ഒരുപാട് തെറ്റുകളിൽ നിന്നുമാണ് ഞാനിതൊക്കെ പഠിച്ചത്. കാരണം നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്ന് ഒരു മരുമകളായി കയറി കഴിയുമ്പോഴേക്കും കുറേ കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പല സ്ഥലത്തും പല രീതിയിലും കേൾക്കുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവത്തിലും ഇങ്ങനെ കാണുന്നതൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്.
നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലൈഫ്, അവരുടെ ജീവിത രീതികൾ അവിടെ ഉണ്ടാകും. ആ ജീവിത രീതികൾ അവിടെ ഒരുപാട് ആളുകളുണ്ടാവും. നമ്മൾ ഒരാളാണ് അവിടെ കയറി ചെല്ലണം എന്നുള്ളത് ഓർക്കുക. നമ്മൾ ഒരാൾ കയറി ചെന്നിട്ട് അവരെ എല്ലാവരെയും മാറ്റിയെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ അവരിൽ ഒരാളാകാനാണ് ശ്രമിക്കേണ്ടത്. അതായിരിക്കുള്ളൂ കൂടുതൽ ഈസി. അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നത്. നമ്മൾ അവരിൽ ഒരാളാകാൻ ശ്രമിക്കുക. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, അവരുടേതായ അവരുടെ പഴയ ജീവിതത്തിൽ അവരുടെ വീട്ടിൽ അവർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരുടെ വേർപ്പിന്റെ വില അറിഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടാകും. ചിലപ്പോൾ പഴകിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പുതിയതായിരിക്കാം, എല്ലാമായിരിക്കാം. ഈ ചെന്ന് കയറുന്ന പെൺകുട്ടിക്ക് അതറിയാൻ പറ്റില്ല. ആ കുട്ടി ചിലപ്പോൾ അത് അലസമായിട്ടൊക്കെ അതിനെ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് വില ഇല്ലാത്ത ഒരു രീതിയിൽ അതിനെ കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കും. അത് നമ്മൾക്ക് തോന്നും ഇത് ഒരു പഴകിയ സാധനമല്ലേ, പക്ഷേ അതുണ്ടാക്കിയ ആ സന്ദർഭങ്ങളും അതിന്റെ വേദനയും ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ അതിന്റെ വില അവർക്കുണ്ട്. അതിന്റെ വില കയറി വന്ന കുട്ടിക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ കുട്ടികൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത് അവരുടെ വേർപ്പിന്റെ വിലയായിരിക്കാം, അവരെങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ചെറിയ സാധനമായിരിക്കാം, പക്ഷെ നമ്മൾക്കതൊരു വില തോന്നില്ല, അവർക്കത് വലുതായിരിക്കാം. അപ്പൊ അത് ഇങ്ങനെ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ അശ്രദ്ധമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുക, അതൊക്കെ ഒരുപാട് വീടുകളിൽ ഞാനിപ്പോൾ കണ്ടുവരുന്നുണ്ട്. എൻ്റെ ബന്ധുക്കളുടെ ഇടയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പൊ എൻ്റെ ഭർത്താവിൻ്റെ സാധനങ്ങൾ മാത്രം സംരക്ഷിക്കുക, അവരുടെ വീട്ടിൽ അത് അപ്പനുണ്ടാക്കിയത് അമ്മ ഉണ്ടാക്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു വില കൽപ്പിക്കാതിരിക്കുക. അങ്ങനെ ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും വില ഒന്നങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. അതിനൊക്കെ ഒന്ന് വില കൽപ്പിച്ച് അതിനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ ഒന്ന് പൊടി തുടച്ച് പിടിച്ചൊക്കെ വെക്കണമെങ്കിൽ അവർക്ക് എന്തൊരു സ്നേഹം തോന്നുമെന്നറിയാമോ? ഒരുപാട് സ്നേഹം തോന്നും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്കും ഇപ്പം എനിക്കൊരു പെൺകുട്ടി എൻ്റെ മൂത്തതാണെങ്കിൽ എനിക്കിപ്പോൾ 2 പേരക്കുട്ടികളുണ്ടായാൽ എനിക്ക് എൻ്റെ മകനായതുകൊണ്ട് എനിക്കിപ്പോഴൊന്നും കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. ആൺപിള്ളേരെ കുറച്ച് നീങ്ങിയിട്ടല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കണം, ഈ വരുന്ന കുട്ടി ഞാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെയല്ലേ ചെന്ന് കയറിയത്, എൻ്റെ കയ്യിൽ എന്തോരം തെറ്റുകളുണ്ടാകും നമുക്കറിയാൻ പറ്റുമല്ലോ, എന്തോരം തെറ്റുകളുണ്ടാകും. അപ്പം ആ തെറ്റുകൾ നമ്മൾക്കുണ്ടായതുപോലെ ഇപ്പം ന്യൂ ജനറേഷൻ കുട്ടികൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പും ഉണ്ട്. അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. പണ്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ കുറവായിരുന്ന കാലത്ത് ഇത്രയും തെറ്റുകൾ ചെയ്യില്ലായിരുന്നു. എഡ്യൂക്കേഷൻ കൂടി വന്നപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ദാമ്പത്യ ജീവിതങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പണ്ട് ഒരുപാട് അഡ്ജസ്റ്റബിൾ ആയിരുന്നല്ല, ഇപ്പം അത് പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് എല്ലായിടത്തും കണ്ടുവരുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നത്തെ കാലത്തെ തെറ്റുകൾ ഇന്നത്തെ കാലത്തെ ആ ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് തെറ്റുകളുമായിട്ട് ചേരില്ല. അപ്പം വീട്ടിലുള്ളവരെന്താ പഴയ കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഈ പഴങ്കഥകൾ ഒരിക്കലും പറയാതിരിക്കുന്നതാണ് ഞാൻ നോക്കിയിട്ട് നല്ലത്. കാരണം എന്നോടും പറഞ്ഞിട്ടുണ്ട് പഴങ്കഥകൾ. അത് ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പില്ലേ നമുക്ക് ഭയങ്കരമായിട്ടൊരു അസഹ്യതയാണ് തോന്നണം. അയ്യോ, കാരണം എന്താണെന്നറിയോ, ഇനി ഞാനും പോകുന്നത് ഇതിലേക്ക് തന്നെയാണ്, എനിക്കും ഇത് തന്നെയാണ് വരാനുള്ളത്. അപ്പം അമ്മ ഒന്ന് ചിന്തിക്കുക, മരുമോളും ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മരുമോൾക്ക് ഇതുപോലെ മരുമക്കൾ വരും, അവരും ഇങ്ങനെ തന്നെ. അപ്പം എല്ലാം അനുഭവിച്ചറിയുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ മാറി നിൽക്കും. പിന്നെ ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നം ഒട്ടുമില്ല, മറ്റുള്ള അംഗങ്ങളെ കൂടിയാണ് പ്രശ്നമെങ്കിൽ അത്രയും വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം ഭർത്താവും ഭാര്യയും കൂടി രമ്യതയിലാണെങ്കിൽ തന്നെ പകുതി സമാധാനമില്ല. ചില സ്ഥലങ്ങളിൽ അതല്ല, ഭർത്താവും ഭാര്യയും തമ്മിൽ രമ്യതയില്ല. അപ്പം അത് ഇത്തിരി പ്രോബ്ലം കൂടിയ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് മറ്റൊരുത്തിൻ്റെ വീട്ടിലേക്ക് വിട്ട് കഴിയുമ്പോഴേക്കും അവർ പിന്നെ നമ്മളുടെ ആ കയ്യിൽ നിന്ന് പോയ കുട്ടീനെ നമ്മൾ എവിടെയൊക്കെയോ കൊണ്ടുപോയിരുന്നത്, നമ്മളുടെ ആഘോഷങ്ങൾ, നമ്മളുടെ ബന്ധുക്കളുടെ വീട്ടിലെ ആഘോഷങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ കുട്ടികളുമായിട്ട് എല്ലായിടത്തും പോയി. പക്ഷേ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം വീണ്ടും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എൻ്റെ മകൾ വന്നം അല്ലെങ്കിൽ എൻ്റെ മകൾ അതിനും പങ്കെടുത്തേ തീരുവല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. ഇങ്ങനെ പറയുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. ഒരുപാട് വഴക്കുകൾ നടക്കുന്നുണ്ട്. കാരണം അവർ ഭർത്താവിൻ്റെ വീട്ടുകാരെന്താ പറഞ്ഞതെന്നറിയാമോ, ഇത് നേരമില്ല, എപ്പോഴും അവരുടെ വീട്ടിൽ പരിപാടിയാണ്, എപ്പോഴും പോക്കും വരവൊക്കെയാണ്. ഇങ്ങനെ ഞങ്ങളുടെ ഈ പരിസരത്ത് കുറേ സ്ഥലങ്ങളിൽ അത് സങ്കടത്തോടുകൂടി ഒന്ന് പറഞ്ഞാണ്. കാരണം മക്കളെ കെട്ടിച്ചു വിട്ട് അവർ
കൂടുതൽ ഉത്തരവാദിത്വം ഇനി ഭർത്താവിന്റെ വീട്ടുകാർക്കുമാണ് ആ കുട്ടിയുടെ മേലെ കൂടുതൽ ഉത്തരവാദിത്വം. അപ്പൊ അവര് ചിലപ്പോ സോഷ്യലായിട്ട് പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ അവർ നമ്മൾ പറയണ്ട, അവർ വിട്ടോളും. അപ്പൊ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഭർത്താവിനാണെങ്കിലും ഭർത്താവില്ലാതെയൊക്കെ ഒറ്റക്കൊക്കെ വിടുന്നത് അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടാവില്ല. അപ്പം നമ്മൾ നിർബന്ധിക്കാതിരിക്കുക, കുട്ടിക്ക് ഒരു വിഷമം കൊടുക്കാതിരിക്കുക. വിശേഷം മമ്മി അല്ലെങ്കിൽ ഡാഡി വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഇവർ വിടണില്ല. ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ വീട്ടുകാരൊക്കെ വിളിച്ച് പറയും, ഞാനതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. വിടൂല, ഭയങ്കര സങ്കടമൊക്കെ. അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറയാറുണ്ട്, എന്നെ വിളിക്കല്ലേ കേട്ടോ ഒരു കാര്യത്തിലും, എന്നെ വിടില്ല, പിന്നെ അതൊരു സങ്കടമായിട്ട് മാറും, അതുകൊണ്ട് എന്നെ ഒന്നും അറിയിക്കല്ലേ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ഒന്ന് നോക്കിയൊക്കെ പെരുമാറി, നമ്മൾ രണ്ട് കുടുംബങ്ങളും ഒന്ന് തന്നെയാണ് എന്നുള്ള രീതിയിൽ. കാരണം മക്കളെ അങ്ങനെ കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളവർ സംരക്ഷിക്കും, മകളെ അവർ സംരക്ഷിക്കും, ഞങ്ങൾക്കത് ഉറപ്പാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം ആ കുട്ടിയുടെ ബന്ധു വീട്ടുകാരോട് ഉണ്ടാവേണ്ടത്. നിങ്ങൾ എൻ്റെ മകളെ പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന ഒരു മെസ്സേജിലൂടെ ആയിരിക്കണം നിങ്ങൾ അവരുടെ അടുത്ത് ഇടപെടേണ്ടത്. അപ്പം തന്നെ ഇല്ലേ അവരുടെ ഉള്ളിൽ വല്ല കറയുണ്ടെങ്കിൽ അത് അപ്പം പോയിരിക്കും. അല്ലാതെ സംശയമായ കണ്ണിലൂടെ കുട്ടി വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്താ അന്നെ ഒന്ന് ചോദിക്കണമല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം നമ്മുടെ മക്കളെ അങ്ങോട്ട് കൊടുത്തേക്കണത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, വളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കണം. അതെന്തേ മറന്നു പോണത്? നമ്മളുടെ കുഞ്ഞുങ്ങളെ അവർ സംരക്ഷിച്ചോളും. അത് നമ്മളുടെയും കൂടി നല്ല രീതിയിലുള്ള ഒരടുപ്പം ഉണ്ടായിരിക്കണമെന്നില്ല. കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടാൻ ചെല്ലരുത്. കാരണം അവരുടെ വീട്ടിൽ അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പം ഈ കുട്ടി അവരുടെ വീട്ടിലൊരു ആളായി കഴിയുമ്പോഴേക്കും ആ കുട്ടിയും ചേർന്നതാണ് അവരുടെ കുടുംബം. അപ്പം അതിലേക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അപ്പം ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായിട്ട് മക്കൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തി വിട്ടേക്ക്. അതൊക്കെ ഉണ്ടാവും, ഇതിലും വലുതൊക്കെ സഹിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും സന്തോഷം മാത്രമല്ല ദുഃഖവും സന്തോഷവും നിറഞ്ഞത് മിക്സഡാണ് നമ്മളുടെ ജീവിതമെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയും. ഇനി സഹോദരങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടിൽ സഹോദരങ്ങളുണ്ടാവും, അമ്മ, അപ്പൻ, അവരുടെ റിലേറ്റീവ്സ്. എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ കിട്ടി, ഇനി എനിക്ക് സ്വന്തം എന്ന് വിചാരിക്കുന്നതാണ് ഞാനടക്കമുള്ള പെൺകുട്ടികൾ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പം അവിടെ പൊസസീവ്നെസ് അത് ഭയങ്കര പ്രശ്നത്തിനിടയാക്കും. കാരണം നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് അവരുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട പുന്നാരച്ച് കൊണ്ടുവന്നൊരു മകനെ ആയിരിക്കാം അവർ നമുക്ക് തന്നേക്കുന്നത്. അപ്പം എന്താ വേണ്ടതെന്നറിയാമോ? അവർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. കാരണം അവരുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഭാര്യ ഈ ചെക്കൻ മദ്യത്തിൽ അപ്പുറത്ത് അവരുടെ വീട്ടിലെ മറ്റുള്ള മെമ്പേഴ്സ് അവരുടെ നടുക്ക് നിന്ന് വീർപ്പ് മുട്ടുന്നത് എൻ്റെ ഭർത്താവാണെന്നുള്ള ചിന്ത എല്ലാ പെൺകുട്ടികൾക്കും വേണം. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായാൽ ബെഡ്റൂമിൽ വെച്ച് അത് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ ഈ ഭാര്യയുടെ മുമ്പിൽ വെച്ചൊരു ക്ലാഷ് ഉണ്ടായാൽ അത് തീരില്ല. കാരണം ആ ഒരു വിഷമം അവരുടെ ഉള്ളിൽ നിൽക്കും. നേരെ മറിച്ച് ഭാര്യയുടെ ആണെങ്കിൽ സ്നേഹത്തോടു കൂടി നമുക്ക് ബെഡ്റൂമിൽ കുറച്ച് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അവരുടെ അടുത്ത് അത് പറ്റില്ലെന്നും കൂടി ഓർക്കുക. അപ്പം ഈ നടുക്ക് നിൽക്കുന്ന ഈ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് വിഷമതകൾ സഹിക്കേണ്ടി വരും. എത്ര സ്ഥലത്താണെന്നറിയാമോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് സൈലന്റ് അറ്റാക്കാണ്, എന്താ പ്രശ്നം എന്നറിയില്ല. അപ്പം ഞങ്ങളിവിടെ സംസാരിക്കാറുണ്ട്, അത് ചിലപ്പോൾ വിഷമതകൾ ഉള്ളിൽ അടക്കി പിടിച്ച് വെച്ചിട്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. കാരണം അവന് ഒത്തിരി ടെൻഷൻ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ ചില ആളുകളുടെ കാര്യം ഞങ്ങൾ പറയാറുണ്ട്. സത്യമാണത്. കാരണം എന്താണെന്നറിയോ? ഭാര്യനെ സ്നേഹിക്കുന്നുണ്ട്, അവൻ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട്. ഇത് രണ്ടുപേരെയും കൂടി സ്നേഹിക്കുമ്പോൾ രണ്ടുപേരെയും ഒന്നും പറയാൻ പറ്റൂല. അപ്പം അവൻ്റെ മനസ്സിൻ്റെ ഞെരുക്കം എത്ര വലുതാണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഭാര്യയാണ്. കാരണം ഭാര്യയാണ് ഇനി അവരെ കൂടി മുന്നോട്ട് അങ്ങോട്ട് പോകാനുള്ളത്. മനസ്സിലായ? മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞ് അവർ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവരില്ല, പിന്നെ നമ്മളാണ് അവരെ നോക്കിക്കൊണ്ട് പോകാനുള്ളത്. അപ്പം നമ്മളുടെ ഭർത്താവ് ആരോഗ്യവനായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ കൊടുക്കാതിരിക്കുക. അപ്പം ഞാനീ പറയുന്നതിൽ വല്ല തെറ്റുണ്ടാകുന്ന എനിക്കറിയില്ല. കാരണം ഞാൻ ഫെയിലായ ആളാണ്. പല കാര്യങ്ങൾക്കും ഞാൻ മുട്ടുകുത്തി വീണുപോയ ആളാണ് ജീവിതത്തിൽ. അപ്പം ഇതൊന്നും പറഞ്ഞു തരാൻ, മുട്ടുകുത്തി വീഴുന്നതിന് മുൻപ് പറഞ്ഞു തരാൻ എനിക്ക് ആളില്ലായിരുന്നു. പിന്നെ നമ്മളുടെ മാതാപിതാക്കൾ, ഭർത്താവിൻ്റെ വീട്ടിൽ, അതും ഭാര്യയുടെ വീട്ടിൽ, ഓക്കെ, രണ്ട് മാതാപിതാക്കൾക്ക് നമ്മൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ അവർക്കുണ്ട് വരുമാന മാർഗം എന്ന് വിചാരിച്ചോ. പക്ഷേ അവർക്ക് വരുമാനം ഉണ്ട്, അപ്പം നമ്മളൊന്നും അവർക്ക് കൊടുത്തില്ലേലും കുഴപ്പമില്ല എന്നുള്ള
ആ ഒരു ചിന്താഗതി മാറ്റിവെച്ച് നമ്മളുടെ ഒരു സന്തോഷം നമ്മൾ കൊടുക്കുക അവർക്ക്. അതൊരു സന്തോഷം. അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അവരുടെ കയ്യിൽ നിറച്ച് പൈസ ഉണ്ടാവില്ല ചിലപ്പം, പക്ഷേ അതൊരു സന്തോഷമാണ്. അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ എല്ലാവരുടെയും ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റുകളാണ്. തെറ്റുകളിൽ നിന്നാണ് ഞാൻ അതിൻ്റെ വേദന മനസ്സിലാക്കിയത്. ഞാനിന്ന് ഇത്രയും പ്രായമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ തെറ്റുകളിൽ ഞാൻ തിരുത്തുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു തന്ന് കുറേ ആളുകൾ അത് കണ്ണ് തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയണത്. അപ്പം നമ്മൾക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മളുടെ മക്കൾ നമ്മളെ സ്നേഹപൂർവ്വം എന്തെങ്കിലും കയ്യിൽ തരുമ്പില്ലേ, നമ്മൾക്ക് 1000 ഉണ്ടാകാം, അവൻ തരുന്നത് 100 അത് വലുതായിരിക്കും നമുക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു കല്യാൺ ജ്വല്ലറിയുടെ ഒരു പരസ്യം, കല്യാണമാണ്, ഒരു മഞ്ജു വാര്യറിൻ്റെ ഒരു ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് മഞ്ജു വാര്യറാണ് ആരാന്നാവും, ഒരാഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മക്ക് ഇത് എന്തോ മാലയൊക്കെ വാങ്ങിച്ചിട്ട് ഇത് അമ്മക്ക് മറന്നുപോയാ വെഡിങ് ആനിവേഴ്സറി അല്ലേ അമ്മയുടെ, നമുക്ക് നാട്ടിൽ പോകുമ്പോൾ കൊടുക്കണ്ടേ എന്നൊക്കെ ചെയ്യുന്ന ഒരു പരസ്യമില്ലേ. അത് കണ്ടപ്പോഴില്ലേ എൻ്റെ ഹൃദയത്തിലൊരു വേദന. ഇപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണത്. അയ്യോ, ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലേ, ഇങ്ങനെയൊക്കെ അവരെ സന്തോഷിപ്പിക്കാമായിരുന്നല്ലേ എന്ന് ഞാൻ ചിന്തിച്ച്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണേ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമ്മളുടെ കയ്യിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾക്ക് എന്ത് കിട്ടുന്നെന്നുള്ളത് നമ്മുടെ പാരൻസിന് അറിയാമല്ല. അപ്പം അതിൽ ഒതുങ്ങുന്നത് അവർ ഇതൊക്കെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ്, അല്ലാതെ ഞാൻ ചെയ്ത് വലിയ ആളായിട്ടെന്ന് പറഞ്ഞിരുന്നു ആരും വിചാരിക്കരുത്. അപ്പം ഇതൊക്കെ ചെയ്യാൻ ഒരു ബോധം നിങ്ങൾക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഭർത്താവിൻ്റെ വീട് നമ്മളുടെ സ്വന്തം വീടാണെന്നുള്ള രീതിയിൽ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അല്ലാതെ എൻ്റെ ഭർത്താവ് വെച്ച വീടൊന്നും അല്ലല്ലോ, അപ്പച്ചൻ അല്ലെങ്കിൽ പപ്പ വെച്ച വീടല്ലേ, അത് ഒന്നും ഞാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അപ്പം തന്നെ അവരുടെ മനസ്സിൽ വേദന തോന്നാൻ തുടങ്ങും. ഇത് എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ അതിനെ തൂത്തും വൃത്തിയാക്കിയും എല്ലാം ഭംഗിയായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ അമ്മയോ സിസ്റ്ററിലോ ഇതല്ല. അപ്പം എൻ്റെ അടുത്തൊരു കുട്ടി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു ചേച്ചി ഈ ഒരു വീഡിയോ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നുകൊണ്ടൊരു കുട്ടി എനിക്ക് പ്ലീസ് ഇങ്ങനെ നീളത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ ഞാൻ ഓർക്കണേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കണം. കാരണം ഇത് ഈ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് വീടുകളിൽ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണെന്നുണ്ടിരിക്കുന്നത്, ബന്ധു വീടുകളിലൊക്കെ. അപ്പം ഇത് കുറച്ചെങ്കിലും ഒരു കണ്ണ് തുറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകട്ടെ ഇത് കണ്ടിട്ടെന്ന ഉള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇടുന്നത്. അപ്പം നമ്മളുടെ ആ വീടിൻ്റെ നമ്മളുടെ സ്വന്തം എന്നുള്ള രീതിയിൽ വേണം പെരുമാറാനായിട്ട്. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വരുമാനങ്ങൾ അതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോഴാണ് വീട്ടുകാർക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടമാകുന്നത്. അല്ലാതെ അതിനൊരു വിലയില്ലാത്ത രീതിയിൽ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് ഭർത്താവ് കൊണ്ടുവന്നതിന് അതിനെ വലിച്ചെറിഞ്ഞിടുക, അല്ലെങ്കിൽ അതിനെ മോശമായ ഒരു അശ്രദ്ധമായിട്ട് ഇടുക, ഇതൊക്കെ ഒന്നും നല്ലതല്ല. എല്ലാത്തിനും വില കൽപ്പിക്കുക. ഞാനൊക്കെ ഇല്ലേ എൻ്റെ ഹസ്ബൻഡൊക്കെ കൊണ്ടുവന്നേക്കണ പണ്ട് മുതലേ, അതായത് ഇപ്പോൾ 25ാമത്തെ വർഷമാണ് ഞങ്ങളുടേത് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഓരോ തവണയും വരുമ്പോഴേക്കും ഇവരൊക്കെ പെട്ടെന്ന് വരെയും പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരുപാട് നാളൊന്നും കാത്തിരിക്കട്ടെ, 3 മാസം 5 അത്രയൊക്കെ ഉള്ളു. അപ്പോൾ അവർ വരെയും പോവുകയും ചെയ്യുമ്പോൾ കൊണ്ടുവന്ന് തരുന്ന എന്തെല്ലാം സാധനങ്ങൾ ഞാനത് ഒടിഞ്ഞു പോയപ്പോൾ സൂക്ഷിച്ച് വെച്ചേക്കണേണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാനുണ്ട്, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കതെൻ്റെ ഓർമ്മകളാണ് ഇതൊക്കെ, അതൊന്നും ഞാൻ കളയാതെ സൂക്ഷിച്ച് വെക്കും. കാരണം അത് സ്നേഹത്തോടെ നമുക്ക് തന്നതാണ്, അല്ലാതെ അത് കിട്ടിയ മറ്റേതങ്ങോട്ട് കളഞ്ഞു അങ്ങനെയല്ല. ഇപ്പം എൻ്റെ മേക്കപ്പ് സെറ്റുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മേക്കപ്പ് സെറ്റൊക്കെ തൊടാൻ കൊള്ളൂല, കാരണം അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നതാണ്. അതൊക്കെ എന്തിനാണ് വെച്ചേക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, അതൊക്കെ ഇരുന്നോട്ടെ, അതൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാ ഓർമ്മകളുണ്ട്, അത് നല്ല ഒരു ഇത് ആണ്, അത് കളയാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാം അതിൻ്റെ വില കൽപ്പിക്കുക അതിന്. അല്ലെങ്കിൽ ഉണ്ടല്ല, ആ ഭർത്താവിനെ പ്രസവിച്ച അമ്മയുണ്ട് ആ വീട്ടിൽ, അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. കാരണം അവർ എന്തോരം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മകനെയാണ് നമ്മൾക്ക് തന്നേക്കുന്നത്, അതെപ്പോഴും ചിന്തിക്കണം. അപ്പോൾ ആ മകൻ്റെ വിയർപ്പിന് വില കൽപ്പിക്കാത്ത ഒരു കുട്ടിയാണല്ലോ ഇതെന്ന് ഒരിക്കലും ചിന്തിക്കാൻ അനുവദിക്കരുത്. കാരണം അവരുടെ മനസ്സിലെ വേദന അവരുടെ സംസാരത്തിൽ പ്രതിഫലിക്കും. ആ സംസാരം നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പം വില കൽപ്പിക്കുക എന്ത് കാര്യത്തിന്. നമ്മുടെ വീട്ടിൽ 100 സാധനങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതല്ല. അതുപോലെ തന്നെ രണ്ട് കൂട്ടരുടെ പൊങ്ങച്ചങ്ങൾ തമ്മിൽ പറഞ്ഞ് ഒരു ക്ലാഷ് ഉണ്ടാക്കരുത്. ഞങ്ങൾക്കതുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഇതിലും വലിയ സാധനം ഇരിപ്പുണ്ട്. ഒരിക്കലും എന്തിനാണ് പറയുന്നത്? നമുക്കുള്ളത് നമുക്കുണ്ട്, അതിനെ മൂടി വെക്കുമ്പോഴാണ് നമ്മൾ വലുതാകുന്നത്. അല്ലാതെ എനിക്ക് ഇന്ന സാധനങ്ങളുണ്ട് കേട്ടോ, എനിക്ക് ഇത്രയും സാധനങ്ങളുണ്ടെന്ന് പറയുന്നില്ലേ, നമ്മളവിടെ ചെറുതാകിയാണ് ചെയ്യുന്നത്. അതൊക്കെ ചിന്തിക്കണം. നമ്മൾ മൂടി വെച്ചിട്ട് അവരായിട്ടത് കണ്ടുപിടിക്കും. അയ്യോ ഇത് നിൻ്റെ വീട്ടിലുണ്ടായിരുന്നാ, നീ ആയിട്ട് പറഞ്ഞിട്ടില്ല, എന്ത് പറയാനിരിക്കണം എന്ന് പറയുമ്പോൾ ഇല്ലേ അവരുടെ മുമ്പിൽ നമ്മളങ്ങോട്ട് വലുതാകുകയും ചെയ്യുന്നത്. അല്ലാതെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പേരെന്തെന്ന് അറിയുമോ?
എന്തൊരു പൊങ്ങച്ചോ, ഇല്ലാത്ത കാര്യമൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്, ഭയങ്കര പൊങ്ങച്ചോ, ഇതൊക്കെ ഞാനിവിടെ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എന്താണ് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക, എന്തിനാണ് ഞങ്ങൾക്കതല്ലേ. അപ്പം ഇത് ഒരു വലിയ വഴക്ക് നടക്കുന്നത് പ്രശ്നമായിട്ട് പല സ്ഥലങ്ങളിലും ഞാനിത് കാണാറുണ്ട്. അവളുടെ വീട്ടിലെ കാര്യങ്ങളാണ് വലുത്, നമ്മളുടെയൊക്കെ കൊള്ളൂലെന്നാണ് അവൾ പറയണത്. ഇതൊക്കെ പല അമ്മമാരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംസാരങ്ങൾ രണ്ടു കൂട്ടരുടെ ഈ ബന്ധുബലം പറയല്, ഇതൊക്കെ പറഞ്ഞ് തല്ലുപിടുത്തമൊക്കെ ഞങ്ങളുടെ പരിസരത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. ബന്ധുബലം പറഞ്ഞ് തല്ലുപിടിക്കുന്ന ഞങ്ങൾ ആളുകൾക്ക് ഇത്രയും വലിയ പൊസിഷനിലുള്ള ആളുകളാണ്. അപ്പം നിങ്ങളുടെ ആൾക്കാരൊക്കെ കൊള്ളാത്ത എന്തിനാണ് അങ്ങനെയൊക്കെ പറയണത്? അങ്ങനെ ഒന്നും പറയണ്ട. നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ ആ വീടിൻ്റെ സ്വസ്ഥത നമ്മളുടെ കയ്യിലാണ്. ഞാൻ നന്നായാൽ എല്ലാം നന്നായി. ഇപ്പം ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. കാരണം എൻ്റെ അനുഭവത്തിലും എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ അനുഭവത്തിൽ, എൻ്റെ ബന്ധുജനങ്ങളുടെ ഇടയിലുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇത്തരക്കാരൊന്നുമല്ല കേട്ടോ, നിങ്ങൾ അതും ഇതൊക്കെ പറയല്ലേ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും ഇല്ലേ ഒരേ സ്വഭാവം. എല്ലാ മനുഷ്യരിലും വികാരങ്ങൾ, എത്ര നവരസങ്ങൾ, ഇതെല്ലാം എല്ലാ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്നതാണ്. ഈ നവരസങ്ങൾ നമ്മളെടുത്ത് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ അത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാൾ നല്ലത് ചീത്തതെന്നൊക്കെ നമ്മൾ പറയണത്. അപ്പം ഞാൻ പറയണത് എല്ലാവരും ചിന്തകൾ ഉള്ളിലിട്ട് ചിന്തിക്കുക. പുറത്തേക്ക് വരുമ്പോഴേക്കും അത് ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് സംഗതി പ്രശ്നമായി വരുന്നത്. അപ്പം അത് പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞ പ്രശ്നമാകുമോ? അല്ലെങ്കിൽ എനിക്കൊക്കെ ഒരുപാട് തെറ്റുകൾ അറിവുകേട് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രായമായി ഇതുവരെ എത്തിയപ്പില്ലേ, മുമ്പിലുള്ള തിരിഞ്ഞങ്ങൾ നോക്കുമ്പോൾ ഇല്ലേ നമുക്ക് കുറേ തെറ്റുകൾ. ഇതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും? ഇനി ക്ലിയർ ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു പോയതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപകാരപ്രദമാകും ഞാനീ പറയുന്ന കാര്യങ്ങൾ. അപ്പം അത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ, മിക്കവർക്കും ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാനുള്ള തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു ക്ലാസ്സൊക്കെ ചെയ്യാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. അപ്പം അതൊക്കെ നോക്കി കണ്ടിട്ട് നമ്മളുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ചെന്ന് പറയേണ്ടെന്നേ പെൺപിള്ളേർ. എന്തിനാണ് പറയുന്നത്? എൻ്റെ വീട്ടിലെ കുറ്റം തന്നെ ഞാൻ ചെന്ന് പറയുന്നത് ആണെന്നുള്ളത് ഓർമ്മ വേണം. കാരണം ഭർത്താവാണ് ഇനി കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അയാളുടെ തെറ്റുകളോ അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരോ പറയരുത്. അത് അവർക്ക് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ഇത്രയും വളർത്തി വലുതാക്കിയ മോൾക്ക് ഇത്രയും വിഷമം എന്ന് അവർക്ക് തോന്നും. അപ്പോൾ എന്താണ്, എൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കരുതെന്ന് ഈ കുട്ടി ചിന്തിക്കണം. അതൊക്കെ താൽക്കാലികം മാത്രമാണ്. താൽക്കാലികമായ കാര്യങ്ങൾ താൽക്കാലികമായിട്ട് തന്നെ അത് തീരുകയും ചെയ്യും. അത് വലുതാകുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത്. അതുപോലെ തന്നെ ഇപ്പം രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ അവരവരുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊക്കെ പൈസയൊന്നുമില്ല, ജോലിയില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് എനിക്കറിയില്ല കേട്ടോ, ആ ചിന്തകൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളവർ ആ ഒരു രീതിയിൽ ഞാൻ വലുതാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൂട്ടി കൂടുതൽ പൈസ എനിക്ക് കിട്ടുന്നുണ്ട് ജോലി ചെയ്തിട്ട്, അപ്പം ആ ഒരു ചിന്തയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഡൗൺ ടു എർത്ത് ആവുക. നമ്മൾ എന്താ ചെയ്യാനുള്ളത്, നമ്മൾ വെൽത്തിൽ സിമ്പിളാവുക എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയും. നമ്മൾ ആ ഒരു ചിന്തയിലാണെങ്കിലല്ലേ നമ്മൾ എല്ലാവരും ബഹുമാനിക്കും. അല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കര വലിയ സംഭവമാണ് ഞാൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാലല്ലേ നമ്മൾ മൈൻഡ് ചെയ്യാതെ ആളുകൾ തിരിഞ്ഞു നോക്കാതെ വരും, കുത്തുവാക്ക് പറയാൻ തുടങ്ങും. അപ്പം ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ സിമ്പിളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും നമ്മളെ സ്വീകരിക്കും. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഇതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പം ഞാനിത് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒരുപാട് വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ ഭർത്താവായിട്ട് ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. അത് ഞാൻ എപ്പോഴും ഇന്നും ഇത്രയും മഹാഭാഗ്യം ചെയ്ത ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ഭയങ്കര ഭാഗ്യവതാണെന്ന് ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ മറ്റുള്ള കുടുംബത്തിലൊക്കെ ക്ലാഷുകൾ ഉണ്ടാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, വലുതൊന്നുമല്ല, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.